കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ കോടതിയലക്ഷ്യ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് ഹൈക്കോടതി. 17 വർഷം സർവീസുള്ള സീനിയർ ഉദ്യോഗസ്ഥനാണ് വിവാദ ഉത്തരവിറക്കിയതെന്ന് കോടതി നിരീക്ഷിച്ചു. കെ ബിജു IAS വാർത്താസമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും കോടതി പറഞ്ഞു. കോടതി സമ്മർദ്ദം കാരണം പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയില്ലെന്നായിരുന്നു ബിജുവിന്റെ ആദ്യ ഉത്തരവ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിലെ കോടതിയെ അലക്ഷ്യ നടപടിയിൽ ബിജു IASനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഹൈക്കോടതി. കോടതിയലക്ഷ്യ നടപടികൾ, അതായത് മാപ്പപേക്ഷ നൽകിയാൽ കോടതിയലക്ഷ്യ നടപടികൾ തുടരണ്ട എന്നാണ് കോടതി ചോദിച്ചത്. ഒരു ഇളവും പ്രതീക്ഷിക്കേണ്ടതില്ല ഈ വിഷയത്തിലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. വാർത്താസമ്മേളനം വിളിച്ച് അതിൽ മാപ്പ് പറയണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം കോടതിയലക്ഷ്യ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിറക്കും. 17 വർഷം എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ഉദ്യോഗസ്ഥനാണ് കെ ബിജു IAS. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ച അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയ ശേഷം മാത്രം ഉത്തരവ് തിരുത്താൻ തയ്യാറായത്. അതേസമയം കോടതിയെ നിശിതമായി വിമർശിക്കുന്ന തരത്തിൽ, അതായത് തീരുമാനമെടുക്കാൻ കോടതി ഉത്തരവ് സർക്കാരിന് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ നിർബന്ധിതമാവുകയായിരുന്നു എന്നായിരുന്നു പ്രത്യേകിച്ചും ഈ പ്രോസിക്യൂഷൻ അനുമതിയിൽ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, ഹൈക്കോടതി വിചാരണ കോടതിയെ പോലെ പെരുമാറുന്നു. CBI കോടതിയാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. അതിൽ ഹൈക്കോടതി വിചാരണ കോടതിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആയിരുന്നു കോടതിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നത്. അതിനെതിരെ കോടതിയലക്ഷ്യ നടപടി തുടരുക തന്നെ ചെയ്യുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാപ്പപേക്ഷ നൽകിയാൽ കോടതിയലക്ഷ്യ നടപടികൾ തുടരില്ല എന്നുള്ള തോന്നലാണോ ബിജു IASനുള്ളത് എന്നുള്ള കാര്യവും കോടതി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ്, അതായത് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത് പ്രതിക്ക് ആണ്. ബിജു IAS ഉൾപ്പെടെയുള്ള, അതായത് സർക്കാർ സംവിധാനം പ്രതിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോപ്പി നൽകിയത്. CBIക്ക് പ്രോസിക്യൂഷൻ അനുമതിയുടെ കോപ്പി നൽകിയിരുന്നില്ല. അത് നേരത്തെ തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് പ്രതി വഴി, അതായത് പ്രതിക്ക് പറയാനുള്ള കാര്യമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെയ്തിരുന്നത്. പ്രതിയാണ് ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കോടതി നേരത്തെയും ഇത്തരം കാര്യങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും ബിജു IAS പരസ്യമായി മാപ്പ് പറയണം, വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. അതിനുശേഷമായിരിക്കും കോടതിയലക്ഷ്യ നടപടിയിൽ തുടർ നടപടികൾ ഉണ്ടാകുക എന്നും അതിൽ ഉത്തരവിറക്കുക എന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.